നമസ്കാരം. ജെ.കെയർ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഭയങ്കര ചൂടാണ് ഇപ്പോൾ, അല്ലെ? എന്തൊരു ചൂടാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജോലിക്ക് പോകണം, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം. ഏറ്റവും കഷ്ടം തൊഴിലുറപ്പ്, അതുപോലെ പുറം പണിയുള്ള ആളുകളുടെയൊക്കെ ഒരു കാര്യമാണ്. പുറത്ത് കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ പുറമെ പണിയുന്നവരുടെയൊക്കെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും സൺബേൺ അടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പറയാം ഇടവേളകളിലൊക്കെ, അതായത് ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലൊന്നും ജോലി ചെയ്യരുത് എന്നൊക്കെ പറയാം. പക്ഷെ എല്ലായിടത്തും അതൊരു പ്രാവർത്തികമായിട്ട് കാണുന്നില്ല. അങ്ങനത്തെ ജോലിക്കാരൊക്കെ സാധാരണ ഇപ്പൊ രാവിലെ 8 മണിക്ക് പഠിക്കിറങ്ങി 5 മണി വരെയൊക്കെയാണ് പണിയാറ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇടയിലുള്ള സമയത്ത് പണിയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പറയണു, പക്ഷെ കുറെ പ്രൈവറ്റ് വർക്കേഴ്സിനൊന്നും അത് സാധിക്കില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവും, നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം എല്ലാം പോവും, നമ്മൾ പെട്ടെന്ന് കൊളാപ്സ് ആവും. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. സൺബേൺ വരും. അപ്പം ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതെ ഒരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്കായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യണം നിർബന്ധമായിട്ടും. വെള്ളവും ധാരാളം കുടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പഴങ്ങൾ ധാരാളം കഴിക്കണം. അതുപോലെ എന്താ പറയാ, കട്ടിയാഹാരമൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള, അല്ലെങ്കിൽ ജ്യൂസ് പോലെയുള്ള ആഹാരങ്ങളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ജ്യൂസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. പക്ഷെ ജ്യൂസ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എപ്പോഴും പോയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ എന്തായാലും അതിൽ ഒരുപാട് ഷുഗർ ഉണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷുഗർ ഇല്ലാതെ തന്നെ വീട്ടിൽ എന്തൊരു ഫ്രൂട്ട്സ് ആയാലും അത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക. അതിൽ ധാരാളം വെള്ളം ചേർത്തിട്ട് ജ്യൂസ് അടിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ. അതുപോലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന, പുറമേ പോകുന്നതിനോളം അല്ലെങ്കിൽ അതിനേക്കാളധികം ബുദ്ധിമുട്ടുള്ളവരാണ് കിടപ്പ് രോഗികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കിടക്കണവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കോ. ചിലപ്പോൾ രാവിലെയൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ജോലിക്കൊക്കെ പോകുമ്പോൾ ഈ വയ്യാത്തവരെ റൂമിൽ കിടത്തിയിട്ടാവും പോകണുണ്ടാവുക. എല്ലാ ജനാലിയും കഥകൊക്കെ അടച്ചിട്ടിട്ട്. ചിലപ്പോൾ പല വീടുകളിലും, എനിക്കറിയാവുന്ന പല വീടുകളിലും പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടാ പോവുക. പക്ഷെ അവരവിടെ കിടന്ന് പുകയുന്നുണ്ടാവും. ആരും അത് ശ്രദ്ധിക്കാനില്ല. കാരണം പുറത്ത് പോകുന്നില്ല, അകത്ത് കിടക്കല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പുകയും അവരുടെ പുറമൊക്കെ പുകഞ്ഞ് ബെഡ്സോറൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാം? നടക്കുന്നവരായിട്ടും ഒരു കുഴപ്പമില്ലാതെ ആയിട്ടും നമുക്ക് നമ്മുടെ ദേഹമൊക്കെ പുകയാണ്, അല്ലെ? ഈ ഒരു ചൂടില് AC ഒക്കെ വീട്ടിലുള്ളവർക്ക് കുഴപ്പമില്ല. ഇപ്പൊ എന്നെ പോലെയുള്ളവരൊക്കെ സാധാരണക്കാരായിട്ടുള്ളവർ വീട്ടിലെ AC കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നോർമലി നമുക്ക് കൂടുതൽ സമയം പുറത്ത് ജോലി ചെയ്യേണ്ടി വരുന്നു. അതുപോലെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ചൂടാണ്. ഫാൻ്റെ കുറച്ചു നേരം കഴിഞ്ഞാൽ ഫാനൊക്കെ ഇങ്ങനെ ചൂടുകാറ്റാണ് വരുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഈ വെള്ളം കുടിക്കൽ തന്നെ ഒരു മാർഗമുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി 2 നേരം വെച്ചിട്ട് കുളിക്കുക. രാവിലെയും വൈകിട്ടും നല്ലോണം തന്നെ പറ്റുന്ന വെച്ചാൽ ഷവറിന്റെ ചൂട്ടയിൽ നിന്നിട്ട് തന്നെ നല്ലോണം കുളിക്കുക. അപ്പൊ പറഞ്ഞു വന്നത് കിടപ്പ് രോഗികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇതുകൂടെ ഞാൻ പറയട്ടെ. ഈ ഒരു വസ്ത്രധാരണം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും പോളിസ്റ്ററിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത്. പരമാവധി കോട്ടൺ ആക്കാം. കോട്ടന്റെ വസ്ത്രങ്ങൾ കൂടുതൽ ധരിക്കുക. ഇപ്പൊ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ജുബ്ബയാണ്. ആൾക്ക് ഈ പൂരം പഞ്ചവാദ്യത്തിന്റെ പണി ജോലി ആയതുകൊണ്ട് ആൾക്ക് ആ ഒരു ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആളുടെ പഴയതൊക്കെ ഞാൻ എടുത്തിടാം വേനൽക്കാലത്ത്. കാരണം വേറെ നിവൃത്തിയില്ല. ഇതാവുമ്പോ നല്ല എന്താ പറയാ, നമുക്ക് ഫുള്ള് കവർ ചെയ്യും, നമ്മുടെ ബോഡി മൊത്തം കവർ ചെയ്യും. കയ്യുമ്മലൊന്നും സൺബേൺ അടിക്കില്ല. പ്യുവർ കോട്ടൺ ആണ്. അങ്ങനെ നല്ല ഒരു ഉപകാരമുള്ളൊരു ഇതാ തോന്നി വേനൽക്കാലത്ത് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ തന്നെ പരമാവധി നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ അഴവ് ഉള്ളത്, അതായത് നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. നിങ്ങൾ പാന്റ് ആയാലും ഇതായാലും നല്ല ലൂസായിട്ടുള്ളത്, നമുക്കൊരു എന്താ പറയാ, ആ ചൂടിനൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ പാകത്തിലുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ധരിക്കുക. അപ്പൊ നമ്മൾ കിടപ്പ് രോഗികളെ പറ്റിയിട്ടാണ് പറഞ്ഞു വന്നത്. അപ്പൊ കിടപ്പ് രോഗികള് പലരും രാവിലെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ വീടുകളിൽ കുറ്റിയിട്ടിട്ട് പോകും. അതായത് ഒരു റൂമിലായിരിക്കും ഇവർക്ക് എടുക്കുന്നുണ്ടാവുക. നിങ്ങൾ പുറത്ത് ഒരു കുറ്റിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവും. നമ്മൾ വൈകിട്ട് വരാം. പക്ഷെ ഇവരുടെ ബാക്ക് വശമൊക്കെ ഇങ്ങനെ പൊളച്ചിട്ടുണ്ടാവും. അതായത് സ്കിന്നൊക്കെ ഇങ്ങനെ ചൂട് കൊണ്ട് പൊള്ളം പോലെ വന്നിട്ടുണ്ടാവും. ഡയപ്പറൊക്കെ കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഡയപ്പറിന്റെ ഭാഗം മുഴുവൻ റാഷസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. കാരണം ശരിക്കും അവർ കിടന്നുകൊണ്ട് പുകയാണ്. അവരുടെ സ്കിന്നൊക്കെ ചുട്ട് പുകയുന്നുണ്ടാവും. പക്ഷെ
ആരോടും പറയാനില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ അത്രയും ഒരു ബുദ്ധിമുട്ടിലാവും എടുക്കണുണ്ടാവുക. അപ്പൊ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അങ്ങനെ പോകുന്ന ഒരു വീട്ടുകാരാണെങ്കിൽ നിങ്ങൾക്കിപ്പോ നിവൃത്തി ഉണ്ടാവില്ല. അത് ഫുൾ ടൈം ഇപ്പൊ ഒരാളെ നോക്കി വീട്ടിലിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ധാരാളം അവരുടെ അടുത്ത് കൊണ്ടുവയ്ക്കുക. അടുത്ത് കൊണ്ടുവച്ചിട്ട് തൊട്ടടുത്തുള്ള വീട്ടുകാരെ ഞാൻ ഏൽപ്പിക്കുക. ഒന്ന് ഇടയ്ക്കൊന്ന് ആർക്കും ഒഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വന്നിട്ട് വെള്ളം കൊടുക്കണം എന്നുള്ളത്. അല്ല തന്നെ കുടിക്കാൻ പറ്റാവുന്നവരാണെങ്കിൽ തന്നെ അവരോട് വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞിട്ട് വെള്ളം വെച്ചു കൊടുക്കുക. ചിലപ്പോൾ തട്ടി പോയേക്കാം, എന്നാലും സാരില്ല, വേനൽക്കാലല്ലേ, കുറച്ചൊന്ന് പോയി വെച്ചാലും ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ വെള്ളം ധാരാളം കൊടുക്കുക എന്നുള്ളതിനല്ലാതെ വേറൊരു പോകാൻ വഴിയില്ല. അതുപോലെ മിക്കവരും തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ കുളിപ്പിക്കണതാണ്. പക്ഷെ ഈ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അവരെ ഡെയിലി, അപ്പൊ ഈ ഒരു വേനൽക്കാലത്ത് ഈ ഒരു ലിറ്റർ വെള്ളം മാത്രമേ കുടിക്കണുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ് അല്ലെ. അതായത് തൊണ്ടൊക്കെ ഇങ്ങനെ വരള പോലെ ഇരിക്കും. സ്കിന്നൊക്കെ കിഡ്നി പേഷ്യൻസിന്റെ സ്കിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ, പാടത്തൊക്കെ വെള്ളം പറ്റിയിട്ടുള്ള ഒരു അവസ്ഥയില്ല, ആ ഒരു പോലെയാണ് ഇരിക്കുക സ്കിന്നൊക്കെ. അപ്പൊ അവരുടെ കാര്യമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്നാൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കാന്ന് വെച്ചാൽ അത് പറ്റില്ല. കാരണം അവരുടെ പൊട്ടാസ്യം, സോഡിയം, മിനറൽസ്, മാഗ്നീഷ്യം ഇതെല്ലാം കൃത്യമായിട്ട് അളവിൽ ഉണ്ടാകണം. അപ്പൊ ഈ പൊട്ടാസ്യം ഒക്കെ ഒരുപാട് ഉള്ളിലേക്ക് ചെന്നാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് വേനൽക്കാലല്ലേ ജ്യൂസ് കുടിക്കാനല്ല പറയണേന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ലെമണോ അല്ലെങ്കിൽ ഓറഞ്ചോ അങ്ങനെ അല്ല എന്തോ ആയിക്കോട്ടെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു എന്താ പറയാ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജ്യൂസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഉള്ളിലേക്ക് വെള്ളം ഒരു അളവിന് കൂടുതൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നിയിൽ അത് ബ്ലോക്ക് ആയിട്ട് നിൽക്കും, യൂറിൻ പോവില്ല, പ്രശ്നം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ എന്തിരുന്നാലും വെള്ളം കുടിക്കണം അത്രയും ഒരു സുഖമൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ എങ്ങനെ ആ ഒരു ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും, ദാഹത്തിന് കുറയ്ക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. പ്രധാനമായിട്ടും ഒരു കാര്യം ചെയ്യേണ്ടത് ഇവരുടെ ദേഹത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുളിക്കുക. 1, 2, 3 തവണ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കുളിക്കുക. ഷവറിന്റെ ചോട്ടിലൊക്കെ കുളിക്കുക. ഷവറിന്റെ ചോട്ടിൽ കുളിക്കാൻ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇവർക്ക് ഫിസ്റ്റുല ഇട്ടിട്ടുള്ള ഭാഗമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ നേരിട്ട് നനയുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് എന്ത് ടെക്നിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, അകത്തേക്ക് പോകാം. കിഡ്നി CKD ഡയാലിസിസ് രോഗികൾ, കിഡ്നി രോഗബാധിതർക്ക് വെള്ളം അകത്തേക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് തണുപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഈ ഒരു ഐസിന്റെ നമ്മുടെ ഈ ഇഞ്ചക്ഷനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു തരം ഐസ് പാക്ക് കിട്ടും, ഇങ്ങനെയുള്ളത്. ഇതിപ്പോ നിങ്ങളുടെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ഞാനിത് എടുക്കാം. നമ്മുടെ മെഡിക്കൽ ഷോപ്പൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ചോദിച്ചാൽ കിട്ടും. ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇഞ്ചക്ഷനൊക്കെ വരുമ്പോൾ അതിനെ കൂടാതെ ഈ ഒരു ഐസ് പാക്കിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് വരാം. അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു തോർത്തുമുണ്ടിൽ എങ്ങാനും ചുറ്റിയിട്ട് നല്ല തണുപ്പടിക്കും. അപ്പൊ ഇങ്ങനെ ആ ഒരു പുകച്ചിലിന് കുറവുണ്ടാവും. നനഞ്ഞ തുണി വെച്ചിട്ട് തുടയ്ക്കുക. അതുപോലെ ഇങ്ങനൊരു കോട്ടന്റെ തുണിയിലേക്ക്, കനം കുറഞ്ഞ തുണി ഇട്ടാണ് ഞാൻ തോർത്തുമുണ്ട് എടുത്തിരിക്കുന്നത്. ഇതിന് കനം കുറഞ്ഞ സെറ്റ് മുണ്ടിന്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. അപ്പൊ ഇങ്ങനത്തെ ഐസ് ക്യൂബ്സ് ഇങ്ങനെ നല്ലോണം ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിലും പുറത്തും ഒക്കെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അപ്പൊ ഒരു തണുപ്പുണ്ടാവും, ആ ഒരു ചൂടിന്റെ ആ ഒരു കാഠിന്യം കുറയും. പ്രത്യേകിച്ച് അവരൊന്നും വെയിലത്തേക്ക് തീരെ ഇറങ്ങണ്ട, പുറത്തേക്ക് ഇറങ്ങിയേ വേണ്ട, അകത്തന്നെ ഇരിക്കുക, തണലിൽ തന്നെ ഇരിക്കുക. അതുപോലെ ഇങ്ങനെ തണുപ്പടിക്കാനുള്ള എന്തെങ്കിലും വെച്ചു കൊടുക്കുക. അതുപോലെ വെള്ളം കുടിക്കാൻ അവർക്ക് സാധിക്കില്ലല്ലോ. വെള്ളം കുടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഐസ് എടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഈ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് വായിലിടാം. കിഡ്നി പേഷ്യൻസിനാണ് പറയണത്, അവര് ഇത് ഇറക്കരുത്, കാരണം വെള്ളം കൃത്യ അളവ് പറഞ്ഞിട്ടുണ്ടാവും. ഇറക്കരുത്. ഇത് വായിലിട്ടിട്ട് കൊൽക്കുഴിയ നല്ല വെള്ളം കൊൽക്കുഴിഞ്ഞിട്ട് തുപ്പിക്കളയുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ആ വെള്ളം കുടിച്ചൊരു ഒരു ഫീലിംഗ്, ഒരു തണുപ്പ് ഫീലിംഗ് ഉണ്ടാവും. അതായത് മേൽ പോയി ഐസ് ക്യൂബ് എടുത്ത് കൊൽക്കുഴിയ
തുപ്പി കളയാ. ഐസ് ക്യൂബ്സ് വായിലിട്ടിട്ട് നല്ലോണം കൊൽക്കൊഴിയുക, അത് വെള്ളമാവുമ്പോൾ അത് തുപ്പി കളയാ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ല ഫീലിങ്സ് ഉണ്ടാവും. ചൂട് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് ഈ ചൂട്. വേനൽക്കാലത്തൊക്കെ ഭയങ്കരമായിട്ട് മുഖമൊക്കെ വന്ന് കറക്കും, കണ്ണൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് കറക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ എല്ലാവരും, അതായത് കിഡ്നി പേഷ്യൻസിനൊന്നും കുടിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ സാധിക്കുന്നവരെല്ലാം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ കഴിക്കുക, അതുപോലെ 2 നേരം കുടിക്കുക. ഞാനപ്പോൾ ഈ ഐസൊക്കെ എടുത്തിട്ട് ഇടയ്ക്ക് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ വെക്കും. ഇങ്ങനെയല്ല കേട്ടോ, എന്തെങ്കിലും ഒരു കോട്ടണിലൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, വെള്ളം ദുരുപയോഗം ചെയ്യാനും പാടില്ല. കാരണം പല ആളുകളും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ വെള്ളം ഉള്ളവരൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഓക്കെ, ജെകെയറിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ചയിലോ അടുത്ത എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കുക. എണ്ണ നല്ലവണ്ണം തേച്ച് കുളിക്കുക. എനിക്ക് നല്ല തിക്കായിട്ടുള്ള മുടിയാണ്, ഭയങ്കര ചൂട് കൊടുക്കും. എനിക്ക് മുടിയൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ നമുക്ക് എന്താ ചെയ്യാം, എനിക്ക് ഈ തിക്കായിട്ടുള്ള ഹെയർ ആണുള്ളത്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുക കുറച്ചും കൂടെ ചൂട് അധികമായിരിക്കും. അപ്പം അങ്ങനെ തിക്കായിട്ട് ഹെയർ വരുമ്പോൾ തലയ്ക്ക് തണുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവരുണ്ടാക്കുന്ന ഒരു ഓയിൽ ആണ് ഇത്. നിഷ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഓയിലാണ്. അപ്പം ഈ ഒരു ഓയിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇരുന്നാൽ നല്ലൊരു ഇതാണ്. അതിപ്പോൾ ഈ ഓയിൽ തന്നെ വേണമെന്നില്ല, ഈ ഓയിൽ ഇട്ടാൽ നല്ലത്. നിങ്ങളുടെ ആയുർവേദം, നിങ്ങളുടെ എല്ലാ പഞ്ചായത്തിലും ആയുർവേദ ഡിസ്പെൻസറികളുണ്ട് നമ്മുടെ ആയുർവേദത്തിൻ്റെ. അപ്പം അവിടെയുള്ള ഡോക്ടേഴ്സിനെ പറഞ്ഞാൽ സൗജന്യമായിട്ട് നമുക്ക് എണ്ണകളൊക്കെ കിട്ടും. അപ്പം അങ്ങനത്തെ എണ്ണയൊക്കെ തലയിൽ നല്ല പോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക, എന്നിട്ടൊന്ന് തേച്ച് നല്ലോണം കുളിക്കുക. നല്ല തേച്ച് കുളിയൊക്കെ ഉണ്ടല്ലോ, അപ്പം നന്നായിട്ട് കുളിക്കുക. അപ്പോഴൊക്കെ